ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഓട്ടോമാറ്റിക്കലി ഫുഡ് വീഴുന്ന റോബോട്ട് ഉണ്ടാക്കി നോക്കാൻ പോകട്ടോ. അതായത് കുളത്തിലോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ഫുഡ് വീഴുന്ന റോബോട്ട്. അപ്പോൾ ഇത് ഏകദേശം 1 വർഷം മുന്നേ കഴിഞ്ഞ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലോക്ക് വെച്ചുകൊണ്ട് നമ്മുടെ കുളത്തിലോട്ട് ഓട്ടോമാറ്റിക്കലി ഫുഡ് വീഴാന്ന് പറഞ്ഞാൽ ചെറിയ മെഷീൻ ഇതിലൂടെ ചെയ്തു. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടുകൊണ്ട് അതിന് കമൻറ്റ് ബോക്സിലേക്ക് ഒരുപാട് കമൻറ്റ് വന്നു. അതായത് ഇത് ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ആയിക്കാണ്ട് നമ്മൾ ഇന്നത്തെ റോബോട്ടാക്കി മാറ്റാൻ പോകട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഫുഡ് വേണമെന്നുള്ള ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇത്ര സമയത്ത് ഇത്ര ഫുഡ് വേണമെന്നൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഈ റോബോട്ടിൻ്റെ അകത്ത്. പിന്നെ ഈ റോബോട്ട് വളരെ സിമ്പിളായിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. ഗായ്സ്, വീഡിയോക്ക് പോകുന്ന മുന്നായിട്ട് ചെറിയൊരു കാര്യം പറയാണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഏകദേശം ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 82,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 82,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഏകദേശം ഒരു 1000-ന് മുകളിൽ ഉണ്ടാവുന്നത് നിങ്ങൾ പറയും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റും? അതായത് 240 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കേട്ടോ. അപ്പോൾ നിങ്ങളെ പറഞ്ഞ കാര്യമില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇൻസ്റ്റ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിയാണ് ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ പറഞ്ഞ കാര്യമില്ല, ഞാൻ ആ സമയത്ത് തുടങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റ അങ്ങനെ എല്ലാം യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുണ്ട് കേട്ടോ. അതായത് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയാണ്ട് ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ടിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ സംഭവം ചെയ്ത് നോക്കാണ്ട് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ നമ്മുടെ ആർഡിനോ ബോർഡാട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചില്ല. നമ്മുടെ ആർഡിനോ ബോർഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആർഡിനോ നാനോ ബോർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ആർഡിനോ ബോർഡ് എടുക്കാം, ആർഡിനോ യൂനോ ബോർഡ് എടുക്കാം, എന്ത് ബോർഡ് എടുക്കാം. നമ്മൾ ചെറിയ സിമ്പിളായിട്ട് ആർഡിനോ നാനോ ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സർവോ മോട്ടർ കേട്ടോ. അപ്പോൾ സർവോ മോട്ടർ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു ബോട്ടിലാട്ടോ. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ അടിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ബോട്ടിൽ മാത്രമേ നമുക്ക് വന്നിട്ടോ. അപ്പോൾ അതായത് 3 സാധനം വെച്ചിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിക്കാണ്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ റോബോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണട്ടോ. ഇനി ഗായ്സ്, നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ആർഡിനോ ബോർഡിലോട്ടോ, അതായത് ആർഡിനോ നാനോ ബോർഡിലോട്ടോ നമുക്ക് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കയറ്റി കൊടുക്കണ്ടോ. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ടേ ഏത് സമയത്താണ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഓൺ ആവേണ്ടത്, പിന്നെ അതുപോലെ എത്ര ഫുഡ് നമ്മൾ കുളത്തിലോട്ട് വീണം എന്നുള്ളതൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എത്ര ഫുഡ് വീണമെന്നൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആക്കി വെക്കണം. അതായത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. പിന്നെ അതുപോലെ എത്ര ടൈമിൽ, അതായത് എത്ര ഇടവിട്ട് കാണാൻ നമ്മൾ ഫുഡ് ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഒരു ദിവസം തന്നെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഓണാവാനുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം വേണമെങ്കിൽ ഫുഡ് വീഴാനുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം കാണുമെങ്കിൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ. ഈ പ്രോഗ്രാമിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ റോബോട്ടിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പ്രോഗ്രാമിങ് നല്ല രീതിയിൽ മനസ്സിലാക്കി കേട്ടോ. ജസ്റ്റ് കാണിച്ച് എങ്ങനെ പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഇനി ഗായ്സ്, നമുക്ക് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മുടെ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് ആർഡിനോ IDE എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതായത് ആർഡിനോ IDE ജസ്റ്റ് കിട്ടുന്നത് നമ്മൾ ലാപ്പ് സിസ്റ്റങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മൊബൈലാണ് ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ആർഡിനോ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചാണ് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രോഗ്രാം ചെയ്യാനുള്ള കോഡ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്തുകൊണ്ട് അവിടെ പോയിക്കാണ്ട് പേസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെ അതിലാറ് നല്ലത് നമ്മളെ സ്വന്തം ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഏതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ കാര്യം നമ്മൾ പ്രോഗ്രാമും കാണാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം ജസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മൾ സർവോ മോട്ടറിൻ്റെ ഔട്ട് വയർ, അതായത് സർവോ മോട്ടറിൻ്റെ VCC ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഔട്ട് വയർ നമ്മൾ പിൻ നമ്പർ 9 കണക്ട് ചെയ്തിട്ടുള്ളത്. പിൻ നമ്പർ 9 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം 70 ഡിഗ്രി ആംഗിളിലാട്ടത് നമ്മൾ സർവോ മോട്ടർ തിരിയുന്നത്. പിന്നെ പറഞ്ഞാൽ ഡിലേ, അതായത് നമ്മൾ സർവോ മോട്ടർ 500, അതായത് 1000 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. അതായത് 1 സെക്കൻഡിൻ്റെ പകുതി നമ്മൾ സർവോ മോട്ടർ ജസ്റ്റ് കറങ്ങാണ്ട് വരും കേട്ടോ. അപ്പോൾ അത്രയും ഫാസ്റ്റ് ഉണ്ടാവും, അത്രയും ഫാസ്റ്റിലായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഏകദേശം 5 സെക്കൻഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 5 സെക്കൻഡ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടിയാണ് ഇപ്പോൾ 5 സെക്കൻഡ് കൊടുത്തത്. അതായത് 5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫുഡ് വീണുകൊണ്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഈ പ്രോഗ്രാമിൽ 5 സെക്കൻഡ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിലോട്ട് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 12 മണിക്കൂറായിട്ട് തോന്നുന്നുണ്ടോ ആ പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ 12 മണിക്കൂറിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ 12 മണിക്കൂർ തോന്നുന്നു. അപ്പോൾ എന്തായാലും 12 മണിക്കൂർ കഴിഞ്ഞതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫുഡ് വീണുകൊണ്ട് കിട്ടും. ആ പ്രോഗ്രാമിൽ അങ്ങനെയുണ്ട്. പക്ഷേ നമ്മളിത് സ്വന്തമായിട്ട് ചെയ്തതാണ്. നമ്മൾ 12 മണിക്കൂറൊന്നും നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ കണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ 12 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ എന്തായാലും
5 സെക്കൻഡിൽ കൊടുത്തില്ല. 5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ റോബോട്ട് ഓട്ടോമാറ്റിക്കലി ഫുഡ് വീണോണ്ട് കിട്ടും. ഈ പ്രോഗ്രാമിൽ അങ്ങനെയാണ്. നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രോഗ്രാം കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 12 മണിക്കൂർ കിട്ടും. അതായത് 12 മണിക്കൂറിനനുസരിച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫുഡ് വീഴും. ഒരു ദിവസത്തിൽ ഏകദേശം 2 വട്ടമൊക്കെ ആകെ വീഴുള്ളൂ. അതും കുറച്ച് ടൈം വീഴും. അപ്പോൾ ഓവറായിട്ട് ഫുഡ് വീണാണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ പ്രോഗ്രാം ഇതാക്കിയത് ഇത് നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ടാണ് വേണ്ടിയാണ് ഉണ്ടാക്കിയുള്ളത് ഈ പ്രോഗ്രാം കേട്ടോ. ഇനി കഴിച്ച് നമ്മൾ സർവോ മോട്ടർ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നമ്മൾ മറ്റൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ സർവോ മോട്ടറിന് ഈ ഭാഗത്തോട്ട് തന്നെ ആയിട്ട് ഡബിൾ സൈഡ് ജസ്റ്റ് ഗ്ലൂ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് നമുക്ക് സർവോ മോട്ടറിന് ഈ ഭാഗത്തോട്ടായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ജസ്റ്റ് സ്ക്രൂ വെച്ചാണ്ട് ഇതാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഈ സർവോ മോട്ടർ ഇതാ ഇതുപോലെ ഇവിടെ എവിടെയും വെക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇവിടെ വെക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സർവോ മോട്ടർ ഫസ്റ്റ് ടൈം ഇതാവട്ടോ. അതായത് ഇങ്ങനെ ഒന്നുകൂടെ ഇവിടെ അടഞ്ഞു കൊടുക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഇവിടെ വരും കേട്ടോ. 5 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ വരും. പിന്നെ അതിനുള്ള കുറച്ച് പിന്നെ ഇവിടെ തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തത് കാരണം നമ്മൾ പ്രോഗ്രാം ഞാൻ സ്വന്തം ചെയ്തതാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ കോഡ് ജസ്റ്റ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഏകദേശം 12 മണിക്കൂർ നിൽക്കും. ഇത് ഒരു 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ സർവോ മോട്ടർ ഇവിടെ ഒട്ടിച്ചെടുക്കട്ടോ. ഒട്ടിച്ചെടുത്താൽ മാത്രമേ നല്ല ഇതിലോട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലൂ ഗണ്ണോ നമ്മളെ ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ റോബോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വേറെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഫുഡും കാര്യങ്ങളും ഇട്ട് കൊടുക്കാൻ വേണ്ടി കണ്ടേ ജസ്റ്റ് റവ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ റവ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ റവിന് ഇതിൻ്റെ അകത്തോടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു മൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫുഡ് പുറത്തോട്ട് പോകുന്നില്ല കേട്ടോ. കാരണം നമ്മൾ സർവോ മോട്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പവർ കൊടുക്കാം. അപ്പോൾ പവർ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ മൊബൈലിൻ്റെ ബാറ്ററി വെച്ചാണ് മൊബൈലിൽ തന്നെ പവർ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മൊബൈലത്തെ പവർ എടുത്തുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനുണ്ടാവും ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. മൊബൈലിന് അത്ര പവർ എടുക്കുന്ന അത്ര നല്ലതൊന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മളെ കുളത്തിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ മിനിറ്റ് ഇത് 10 സെക്കൻഡ് അപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് ഒന്നും പാടി മറ്റേ 10 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഒന്ന് വീണു കേട്ടോ. അത് എൻ്റെ അടുത്ത് പറ്റിയ ചെറിയ പാൾട്ടാണ്. എന്തായാലും ഒന്നുകൂടി ഞാൻ കാണിച്ചു കേട്ടോ ഈ പ്രോഗ്രാം വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 9 10 കണ്ടോ വീണിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫുഡ് ഓവറായിട്ട് വീണിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ അതായത് വീഴുന്ന ടൈം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അതായത് സോറി വീഴുന്ന ടൈം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഏകദേശം ഒരു സെക്കൻഡിന് പൗതിന് കൊടുത്തില്ല. നിങ്ങൾക്ക് അത് മാറ്റിക്കാണ്ട് കുറഞ്ഞ ടൈം ആക്കാൻ പറ്റും കേട്ടോ. ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ സംഭവം വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ട് നമ്മൾ സർവോ മോട്ടറും കാര്യങ്ങളൊക്കെ കാണാമെന്ന്. പിന്നെ ഇതിനുള്ള കോഡും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ആ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്ത് കേട്ടോ. ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ സാധാരണ ആ പ്രോഗ്രാമിൽ 12 മണിക്കൂറൊക്കെ തോന്നുന്നു. അത് 12 മണിക്കൂറിന് ഓട്ടോമാറ്റിക്കലി ഓണാവും ചെയ്യും. കുറഞ്ഞ ഫുഡ് ചാടിയതിന് ശേഷം ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ കോഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത്. പിന്നെ ഇതിലാകെ 10 സെക്കൻഡ് കൊടുത്തിട്ടുള്ളൂ. 10 സെക്കൻഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക് ഫുഡ് ഓട്ടോമാറ്റിക് ഓൺ ആയിക്കാണ്ട്. അപ്പോൾ 5 സെക്കൻഡ് എന്തിനെ കൊടുത്തു വെച്ചാൽ നമ്മുടെ റോബോട്ട് ഏകദേശം ഒരു 5 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഫുഡ് വീഴും. പിന്നെ അതുപോലെ 5 സെക്കൻഡ് ആകുമ്പോൾ ഇതാവട്ടെ. അതായത് 5 സെക്കൻഡ് അനുസരിച്ച് നമ്മൾ ഫുഡ് വീണുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ പ്രോഗ്രാം ആരും ചെയ്യരുത്. കാരണം ഈ പ്രോഗ്രാം ചെയ്ത് തന്നെ പിറ്റേ ദിവസമൊക്കെ എണീക്കുന്ന സമയത്ത് നമ്മളെ കുളം ഫുള്ള് ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മളെ മീനുകളൊക്കെ ഫുഡ് തിന്നുകാണ്ട് ചാവും കേട്ടോ. അപ്പോൾ ആ അവസ്ഥ ആർക്കും വരാക്കട്ടെ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാനുള്ള കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 12 മണിക്കൂറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുഡ് വീഴും. കുറച്ച് ഫുഡ് വീണിന് ശേഷം ഓട്ടോമാറ്റിക് ഓഫ് ആകും. അപ്പോൾ അങ്ങനത്തെ റോബോട്ടിലെ കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടുന്ന് പോയിട്ട് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു കട്ട് പോയിട്ട് അതായത് നമ്മളെ മൊബൈലത്തെ മെമ്മറി ഫുള്ളായി കണ്ട് വീഡിയോ കട്ടായി ആകെ സീനായി. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ അതായത് മൈക്കിൻ്റെ കാര്യത്തില്ല. നമ്മൾ മൈക്ക് യൂസ് ചെയ്ത സമയത്ത് ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ അറിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. നമ്മളെ മൈക്കിങ് കേടന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായിട്ടുണ്ട്. ആകെ സീനാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഐഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. നമ്മളെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് യൂട്യൂബിലുള്ള ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മളെ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്ര നല്ല വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.